പശ്ചാത്തപിക്കാത്ത പാപം നമ്മുടെ കൺമുൻപിൽ തന്നെ ഇരിക്കുന്നു. ക്രിസ്തുവേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 51 ദാവീദിൻ്റെ വാക്കുകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പാപത്തോടെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ പ്രതിപാദിക്കുകയും മനുഷ്യൻ്റെ പോരാട്ടത്തെയും ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും അത്യന്താപേക്ഷിതമാണെന്നതിനെയും കുറിച്ച് വ്യക്തവും സത്യസന്ധവുമായ ഒരു ചിത്രം നമ്മൾക്ക് പകർന്നു നൽകുന്നു. ദൈവഹൃദയ പ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്ന ദാവീദ് തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുകയും പാപം തൻ്റെ മുൻപിൽ എപ്പോഴും ഉണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ ഏറ്റുപറച്ചിൽ നമ്മളെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ആത്മാവിൻ്റെ കണ്ണാടിയും കൂടിയാണ്. മറ്റൊരാളുടെ വിജയത്തിലോ അനുഗ്രഹങ്ങളിലോ അസൂയപ്പെടുന്നത് സകല നന്മകളുടെയും ദാതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നാം പരാജയപ്പെടുന്നു എന്നുള്ളത് തിരിച്ചറിയാം. കയീൻ്റെയും ആബേലിൻ്റെയും കഥ ഉൽപ്പത്തി 4 നമുക്ക് ഓർക്കാം. കായൻ്റെ അസൂയ കൊലപാതകത്തിലേക്ക് നയിച്ചു. മറ്റൊരാളെ അർഹതയില്ലാത്ത മോഹത്തോടെ, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സാധന സാമഗ്രികളായിക്കോട്ടെ, നാം നോക്കുമ്പോൾ അർഹതയില്ലാതെ മോഹിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നാം പരാജയപ്പെടുന്നു. മത്തായി 5-ാം അധ്യായത്തിൽ യേശു ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേട്ടങ്ങൾ അഹങ്കരിക്കുന്നത് എല്ലാം ദൈവത്തിൽ നിന്നുള്ള ദാനമാണെന്ന് മറക്കാൻ കാരണമാകും. തൻ്റെ അഹങ്കാരം കാരണം ദാനിയേൽ 4 ദൈവം താഴ്ത്തിയ നെബൂഖദ്നേസർ രാജാവിൻ്റെ കഥ ഇത് ഓർമ്മപ്പെടുത്തുന്നു. വാശിയും എതിർപ്പും വിദ്വേഷവും ജീവിതത്തിൽ കാണിക്കുന്നത് താഴ്മയുടെ അഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നമ്മെ പരാജയപ്പെടുത്തുന്നു. ദൈവത്തെക്കാൾ ഭൗതിക ലൗകിക കാര്യങ്ങളെ സ്നേഹിക്കുന്നത് ഉദാരതയെയും പങ്കുവെക്കലിനെയും കുറിച്ചുള്ള അവിടുത്തെ പഠിപ്പിക്കലുകൾ മറക്കാൻ കാരണമാക്കും. സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഇൻസെക്യൂരിറ്റി, ആ ഭദ്രതാബോധവും ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് അംഗീകാരം തേടലും ദൈവത്തിന് 1-ാം സ്ഥാനം നിഷേധിക്കലാണ്. പല പാപങ്ങളിലൂടെയും ശരീരം അശുദ്ധമാക്കുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള ഗുരുതരമായ അപരാധമാണ്. നോട്ടത്തിലൂടെ, തെറ്റായ നോട്ടത്തിലൂടെ, പ്രവൃത്തിയിലൂടെയൊക്കെ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ ഇത് വ്യക്തമാക്കുന്നു. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ദൈവം മാത്രം മഹത്വപ്പെടണം. കാരണം അവിടുത്തെ കൈകളിലെ വെറും ഉപകരണങ്ങൾ മാത്രമാണ് നാം ഓരോരുത്തരും. യഥാർത്ഥ മാനസാന്തരം പാപത്തിൽ നിന്ന് ദൈവത്തിലേക്കുള്ള നിരന്തരമായ പ്രക്രിയയാണ്. ദൈവത്തിൻ്റെ കരുണയിൽ, സ്നേഹത്തിൽ, ക്ഷമയിൽ നമുക്ക് ജീവിക്കാം. സഭയുടെ കൂദാശകൾ, പ്രത്യേകിച്ച് കുമ്പസാരം, വിശുദ്ധ കുർബാന എന്നിവ നിരന്തരമായി സ്വീകരിക്കാം. പിതാവായ ദൈവം അവിടുത്തെ മക്കളായ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും നമ്മളുടെ അനീതിയിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കാനും മോചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. ആകയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും സകല അനീതിയിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന തമ്പുരാനിൽ നമുക്ക് വിശ്വസിക്കാം, ശരണപ്പെടാം. ആമേൻ.